കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവ മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മാറാപ്പു കയറ്റുന്നതും ഭവ. അയ്യോ എൻ്റെ അപ്പച്ചിക്കിളി, അയ്യോ എൻ്റെ കാലം, അയ്യോ എത്ര പ്രാവശ്യം ഈ തൈല എടുത്തിട്ട് തൈല ഇപ്പം എൻ്റെ തെറി വിളിക്കണം. അയ്യോ അയ്യോ എനിക്കൊരു ഭർത്താവുണ്ട്, കാര്യം സഹായിക്കണമില്ല. അയ്യോ എൻ്റെ അയ്യോ എനിക്ക് കുനിയാനും വയ്യ. മുട്ട മടങ്ങ്, മുട്ട മടങ്ങത്തിരി, മടങ്ങ് മടങ്ങ് മടങ്ങ്. ഈശ്വരാ, പണ്ടൊക്കെ ആണെങ്കിൽ ഈ മുട്ട് താനേ മടങ്ങുമായിരുന്നു, ഇപ്പം പറഞ്ഞാലേ മടങ്ങുള്ളൂ. എനിക്കൊരു പണത്താവുണ്ട്, പണത്താവ് 24 hours ഇംഗ്ലീഷിൽ, മലയാളത്തിൽ 2 ഹിന്ദിയിൽ 2-4. 24 മണിക്കൂർ ഇങ്ങാർക്ക് ഉറക്കം തീറ്റ പിന്നെ എന്നെ വഴക്ക് കുറച്ചത്, ഉറക്കം തീറ്റ എന്നെ വഴക്ക് കുറച്ചത്. എന്നെ ഇപ്പം പുതിയതായിട്ട് വഴക്ക് പറയാൻ പറ്റി എന്തോ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോയിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ആ ഒരു ജോലിക്ക് പോലും പുള്ളി എനിക്ക് സഹായിക്കാൻ വരത്തില്ല. ഈ വിറവ് വെട്ടിക്കീറി ഞാൻ അടുപ്പിൽ വയ്ക്കണം, ഊതണം, അഫ് 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 എന്ന് ഊതണം. ഈ ഊത്ത് ഊതി ഇപ്പം ഈ എൻ്റെ ഊത്ത് ഇപ്പം നേരെ അറബിക്കടലിൽ ഏതോ അവിടെ എന്തോ രൂപപ്പെട്ട് മഴ പെയ്യാൻ പോണെന്ന്, പ്രളയം ഉണ്ടാകാൻ പോണെന്ന് പറയണായിട്ട്. എനിക്കിത് ഈശ്വര ഒന്ന് സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ. കിട്ടി. ഇതെന്താണ് വി പോയിന്റ് ആണോ നിന്റെ? എന്താ കാണിച്ചാൽ ഇവിടെ കിടന്ന? അല്ല, ഞാൻ പുഷപ്പെടുക്കുക. ഉച്ചപ്പെടുക്കുവാന്നോ? നിങ്ങളെ കട്ടി കുരു കണ്ടുകൂടെ കിടക്ക് പിടിച്ച് ഇളക്കത്തില്ല. ഈ വയ്യാത്ത വേല ഇറങ്ങുന്നത് എന്താ കാണിക്കുന്നത്? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കേട്ടോ. ഞാൻ ഇത്രയും കിടന്ന് ഇവിടെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി തന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ എൻ്റെ മുന്നോട്ട് വന്നായിരുന്നു. നിങ്ങൾ ഒരു തരത്തിനെ കൊണ്ട മനുഷ്യൻ നിങ്ങൾക്ക് ആര് പറഞ്ഞു എനിക്ക് സ്നേഹമില്ലെന്ന്? എനിക്ക് നിന്നോട് വേറെ കാര്യം ചെയ്യടി. നമുക്ക് രണ്ടും കൂടെ അങ്ങ് പിരിയാം. അത് നമുക്കങ്ങ് പിരിയാം. നമുക്ക് അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യും. നമ്മുടെ വീടിന്റെ പ്രവേശനത്തിൽ ഒരു മാവ് നിൽപ്പുണ്ട്, അതിനാരെങ്കിലും മുറിച്ച് മാറ്റ്, എന്നിട്ട് നമുക്ക് പിരിയാം. എന്നിട്ട് ആ മാവ് വെച്ച് എന്നെ കത്തിക്കാലും എടുത്തിട്ട് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ എന്നെ സഹായിക്കാൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? നിങ്ങൾ എന്നെ ആവശ്യമില്ല. എനിക്ക് വയ്യ, ഈ വയസ്സാം കാലത്ത് വയ്യ. നിന്നെ സഹായിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു ഒരു ഭാഗത്ത് ഞാൻ വെച്ച് വളർത്തി തിന്നോളാം. അതാ എനിക്ക് ആഗ്രഹം. അതാ നീ പിന്നെ എന്നോട് കൂടുതൽ ഇളകി കഴിയുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നോക്കണേ, കാണിച്ചു തരാം. ഞാൻ ഒരുപാട് കണ്ട തന്നെ. എന്താ നിന്നെ കാണിച്ചാൽ വടിയെടുക്കാൻ വന്നോ? വടിയെടുക്കാൻ വന്നോ? എന്നാ പിന്നെ ഇന്ന് ഞാനും കാണിച്ചു തരാമല്ല. നീ എല്ലാം അടിക്കൂലടി. നിങ്ങളെന്നെ അടിക്കും. നീ എല്ലാം അടിക്കും. ഞാൻ കമ്പിയിൽ കറക്കി പിടിക്കരുത്. നിന്റെ പെടലിക്ക് ഒരൊറ്റ അടിയാകത്ത്. ഇതെടുത്ത് കറക്കി നിന്റെ ഉച്ചക്കട്ടിൽ ഒറ്റ അടി അടിക്കും. വെറുതെ പറഞ്ഞു കൊടുത്ത് അടി മാറ്റി കിട്ടുമല്ലേ? ഞാനൊക്കെ അടി മേടിക്കാം. സൈഡിൽ വന്ന് നിൽക്കുന്നേ. നീ എന്തിനാണ് സൈഡിൽ വന്ന് നിൽക്കുന്നത്? ഇവിടെ കാണാൻ വന്ന് നിൽക്കുമല്ലയോ? ആര് എന്റെ അടുത്ത് സൈഡിൽ വന്ന് നിൽക്കുന്നത്? നിന്നെ കാണാൻ വന്ന് എന്റെ മനുഷ്യനെ നിങ്ങളെ കോക്കാൻ പാച്ച് മുടി നിങ്ങളെ കണ്ണു വന്ന് കിടക്കണത് മുടിയെ വരെ ഈ ആൾക്ക് സംശയം. സംശയിക്കുമടി, ഞാൻ നിന്നെ സംശയിക്കും. എടി, ഇന്നലെ ഞാൻ പറമ്പിൽ പോയിട്ട് വന്നപ്പോ ഒരാൾ ഇവിടെ ഇറങ്ങി പോന്നെ കണ്ട. അതാരായിരുന്നു? അത് സെൻസസ് എടുക്കാൻ വന്ന ആളാണ്. സെൻസസ് എടുക്കാൻ ഈ ഭാരതത്തിൽ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ. അവൻ വേറെ വീട്ടിലെങ്കിലും പോയില്ലല്ലോ, ഇവിടെ അതല്ല വന്നത്. ദൈവമേ, ഒരു നല്ല മനുഷ്യൻ പോലും ഈ വീട്ടിൽ വരാൻ നിങ്ങൾ സമ്മതിക്കൂലല്ല മനുഷ്യ? സമ്മതിക്കത്തില്ല. ആരുമില്ല ഇവിടെ. ഞാൻ നിന്റെ കള്ളക്കാമോ വെള്ളക്കോട്ടിട്ടുണ്ട് വരുന്നു. മനുഷ്യനെ നമസ്കാരം. അപ്പൂനും അമ്മയ്ക്കും എന്നാ മനസ്സിലായോ? അല്ലേ, എനിക്കത് മനസ്സിലായില്ല അങ്ങോട്ട് സംഭവം. ഞാന് ജില്ലാ ആശുപത്രിയുടെ ഏറ്റവും മുകളിലുള്ള ഒരാളാ. തേനീച്ചക്കൂടാന്നോ? ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അപ്പൊ ഓരോ വീടുകളിലും ചെന്നിട്ട് ഇങ്ങനെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ പരിശോധിക്കുക എന്നുള്ളൊരു കടമ്പയായിട്ട് വന്ന ആളാണ്. എന്റെ പേര് ഡോക്ടർ ഡൊമിനിക് ഫെർണാണ്ടോ കുരുവിള. പറയ്. എന്താ പറ്റിയേ? അത് വന്ന് ദേഹത്തിരിക്കാതിരിക്കാനാ. മാറി
എന്റെ പൊന്നു ഡോക്ടറെ 1.5 സെന്റിനകത്ത് ചെറിയൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ പേര് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് ചുരുക്കി പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡൊമിനിക് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ മുറ്റത്ത് വെച്ചോളാം. അങ്ങനെ ആയിക്കോട്ടെ. മോനെ ഡൊമിനിക്കേ, ഞാനിവിടെ നിൽക്കുന്ന മോനെ അല്ലെങ്കിൽ ചേട്ടൻ. അല്ല, ഇത് ഭർത്താവാണല്ലേ? അതെ, ഭർത്താവാണ്. ഈ ചൊറിയൻ ഭർത്താനം കേട്ടപ്പോഴേ തോന്നി എന്തായാലും. അല്ല, ഈ കുന്നും മലയും കയറി എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കുന്നിന്റെ മലയുടെ മുകളിൽ വന്ന് വീട് വെച്ച് താമസിക്കുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇവളെ എന്റെ കൂടെ കൂട്ടിയപ്പോൾ ഞങ്ങളുടെ സാറ് പറഞ്ഞായിരുന്നു നിങ്ങൾ താണു പോവല്ലേ, ഏറ്റവും മേളിൽ നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മേലിൽ കയറി താമസിക്കുന്നത്. നിങ്ങൾ സാർ ഇപ്പൊ ഇവിടെ ഉണ്ട്? ഏതോ ഇരുട്ട് റൂമിനകത്ത് ഇരിപ്പുണ്ട്. ആണല്ലേ? അല്ല, എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഉദാഹരണത്തിന് പനി, ചുമ, ജലദോഷം ഇതൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. വലിയ ഡോക്ടർ അല്ലയോ? ഈ പനി, ചുമ, ജലദോഷം ഉണ്ടോന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലേ? അയ്യോ, അതല്ല, നിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് ഈ പനി, ചുമ, ജലദോഷം അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു അസുഖം ഞങ്ങൾക്ക് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമ വരും. ഈ ചുമ വരും, വില്ലൻ ചുമ. ഈ വില്ലൻ ചുമ വരുമ്പം എന്റെ ചേട്ടൻ ഒരു വളവങ്ങ് വളഞ്ഞിത ഇവിടെ അങ്ങ് പോവും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ടട്ടെ ഈ മല ഉരുണ്ട് താഴെ പോയിട്ട് 3 മണിക്ക് പാലും മാറ്റി കയറി വരും തിരിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഈ ചുമ വരുത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചുമ വരുത്തുള്ളൂ. അത് ശരി. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോ എങ്ങനെയാണ് വരുന്നത്? ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ബസ് റൂട്ടുള്ളൂ, അതേ കയറിയാ വരുന്നത് ചുമ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചുമ വരും. കയറ്റി അടിച്ച് കളഞ്ഞതിന് മുമ്പ്. ആണല്ലേ? കടക്ക തിരുവാതിരയ്ക്ക് പോലും എടുക്കാത്ത ഒരു സംഭവമാണ് അത്. നന്നായി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? എനിക്ക് വേറെ അസുഖങ്ങളൊന്നും അങ്ങനെയല്ല. അഥവാ എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യം എന്തെങ്കിലുമൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇവക്കൊരു കൂട്ടട്ടെ. കൂട്ടല്ലേ നിങ്ങള്? അതല്ല, പച്ചമരുന്നുകളല്ലാണ്ട് വെച്ചിട്ട് കൂട്ടടിച്ചു വിടും. കൂട്ടടിച്ചു വിടും. ഞങ്ങൾ കൂച്ചു. അതെന്തൊക്കെയാണ്? അത് കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അസുഖം മാറും. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ലേ, കേട്ടോളാം. മുരിക്കുംപെട്ട, ചീലാന്തിപ്പെട്ട, കരിക്കുംപെട്ട, വേപ്പുംപെട്ട, കാഞ്ഞിരപ്പെട്ട, വാഴപ്പെട്ട, മരിച്ചിൽപ്പെട്ട, കാളപ്പെട്ട, ഇന്ന് പെട്ടകൾ അരച്ചിട്ട് ചവച്ചരച്ച് കുറുക്കിയതാണ് ഈ മരുന്ന് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ബഹുമാനട്ടോ, മുരിക്കുംപെട്ട, ചീലാന്തിപ്പെട്ട, കരിക്കുംപെട്ട, വേപ്പുംപെട്ട, കാഞ്ഞിരപ്പെട്ട, വാഴപ്പെട്ട, മരിച്ചിൽപ്പെട്ട, കുളിക്കട്ട, കട്ടയിട്ടപ്പെട്ട, ഇന്ന് പെട്ടകൾ അരച്ച് തേക്കണം. ഇത് നിൽക്കേണ്ട, കിടക്കണ്ട, ഇരിക്കുന്ന, മുക്കണ്ട എന്നിട്ട് ഒത്തരച്ച് ചവച്ചരച്ച് കുറുക്കി എടുക്കണം. പിന്നെ കാലുവേദന, കാലുമുട്ടുവേന, കൈവേദന, കൈമുട്ടുവേന, കണ്ണുവേന, കണ്ണുമുട്ടേന, മൂപ്പേന, മൂക്കൊട്ടന, ഭാവവേദന, ഭാവമുട്ടന, ചെറുവേന, ചെറുപടവന, വല്ലുവേന, പല്ലുമുട്ടന, നെറ്റുവേന, നെറ്റുവേന, പ്രിയവേദന, പ്രിയമുട്ട, കണ്ണിന്റെ മുട്ടുവേദന. ഈ മുട്ടുവേദന നല്ലൊരു സംഭവമാണ്. ഇത് നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് നല്ലതായിട്ട് ഉണ്ടാക്കണം. ആരുണ്ടാക്കി ഇവിടെ വെച്ചാൽ ഡോക്ടർ അല്ലയോ? സംഭവം പറഞ്ഞ മനസ്സിലായില്ലയോ? ഇല്ല. അല്ല, ഈ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയത്? ഞാന് ഓസ്ട്രേലിയയിൽ നിന്നാണ് ആദ്യത്തെ ഡിഗ്രി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ UK പോയി. UK എന്റെ കോളേജിന്റെ പിറകു വശത്ത് ഒരു അടയ്ക്കാമര ഉണ്ടായിരുന്നു. ഈ അടയ്ക്കാമരത്തിന്റെ പൊത്തിൽ ഇങ്ങനെ ഇരുന്നു ഡോക്ടറേറ്റ് വലിച്ചെടുത്തിട്ട് അല്ല, ഞാന് UK, ഓസ്ട്രേലിയ അങ്ങനെ അതുപോലെ രാജ്യങ്ങൾ സഞ്ചരിച്ച് അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നിട്ടാണ് ഞാൻ എന്റെ ഡോക്ടറേറ്റ് എടുത്തത്. ഭയങ്കര മണ്ടനാവൻ. എത്ര രൂപ ചെലവാക്കി? ഏകദേശം ഒരു 50 ലക്ഷം. 150 രൂപ കൊടുത്തിട്ട് കോഴിക്കോട് പോയി മാറ്റാൻ പോരായിരുന്നു. ഭയങ്കര മണ്ടനാണ്. നിങ്ങളുടെ പേരെങ്ങനെയാന്ന് പറയാം? എന്റെ പേര് കുഞ്ഞു. എന്നിട്ട് വലിയ വർത്താനമാണല്ലോ വരുന്നത്. അമ്മച്ചിയുടെ പേര് പറ. കുട്ടിപ്പെണ്ണ്. അപ്പൊ കുട്ടിപ്പെണ്ണും കുഞ്ഞും കൂടെ ഈ മലയുടെ മുകളിൽ കിടന്ന് കഞ്ഞിയും കറിയും വെച്ച് കളിയാണ്. അതല്ല, എനിക്ക് സത്യം പറഞ്ഞാലേ ഈ ചെറുപ്പം പണ്ടത്തെ കാലം ഇല്ലേ, പണ്ടത്തെ കാലത്തിൽ എന്റെ 6-ാം മാസം ആയപ്പോഴേ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു സത്യം പറഞ്ഞ ഈ പേര്. 6 മാസമുള്ള അച്ഛനും അമ്മയുടെ പേരാണ് കുഞ്ഞെന്ന് പറഞ്ഞ സംഭവം. ഇപ്പോഴുള്ള കൊച്ചുങ്ങൾക്കൊക്കെ കഴുത്തിൽ കത്തി വെച്ചിട്ടല്ലേ പേരിടുന്നത്? അങ്ങനെയാണ് പണ്ടോ ഇപ്പോഴും അങ്ങനെയല്ലേ പേരിടുന്നത്? ഇവിടെ വന്ന സ്ഥിതിക്കേ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ ഇച്ചിരി പാല് കൊടുക്കാം. കുടിക്കാൻ ഇവിടെ വെറവൊന്നുമില്ല, വെള്ളം ചൂടാക്കാൻ. അല്ല, ചായ കൊടുക്കണേ. ചായ കൊടുക്കാൻ പാലില്ല. കടുക്കാപ്പി കൊടുക്കണേ. കടുക്കാപ്പി കാപ്പി ഇല്ലെന്ന്. കഞ്ഞിവെള്ളം കൊടുക്കണേ. കഞ്ഞി വെള്ളം കൊടുക്കാൻ കഞ്ഞി വെച്ചിട്ട് ഇവിടെ എന്താ നോക്കുന്നത്? അല്ല, ഇത് സിനിമാക്കാർ സെറ്റ് ഇട്ടേക്കാണ്, അതാ ഒറിജിനൽ വീടാന്ന് നോക്കുവാണ്. അല്ല, ഒന്നുമില്ല ഇവിടെ. കടിക്കാനൊക്കെ കപ്പലണ്ടി വെക്കുവായിരുന്നില്ല. കപ്പലണ്ടി നമുക്ക് വൈകുന്നേരം ചോദിക്കേണ്ടല്ലേ? കുഴപ്പമില്ല, നമുക്ക് രണ്ടോണ്ട് പരസ്പരം കടിച്ചു പറിച്ചു തിന്നാ. ഇപ്പൊ ഉള്ള കപ്പലണ്ടി ഈ പുള്ളിക്ക് കൊടുക്കാല്ലേ? നമ്മള് നാളെ കയറണ്ടായാലും വീട്ടിൽ വന്ന് കയറുമ്പോൾ കൊടുക്കണ്ടേ കപ്പലണ്ടി? അല്ല, നിങ്ങൾ കഴിക്കും. എനിക്ക് വേണ്ട, കപ്പലണ്ടി ഞങ്ങൾ ഒരു കൊതി നിങ്ങളോടൊപ്പം നമ്മൾ കഴിക്കാം, അതല്ലേ രസം. വേണ്ട, എനിക്ക് വേണ്ട കപ്പലണ്ടി തിന്നാ ചുമയാ. എനിക്ക് കുഞ്ഞു തിന്നാ
കുഞ്ഞു നിന്നാണ്. സന്തോഷം. വലിയ ഡോക്ടർമാരല്ലേ, കപ്പലിൽ നിന്ന് കാണത്തില്ലല്ലോ. ഓക്കെ. അപ്പൊ മക്കളൊക്കെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ, മോനിച്ചൻ, വിശംബരൻ, ഗോപാലൻ, ശാന്ത, ഗീത, ഇങ്ങനെയൊക്കെ ഗീത സംഭവങ്ങളൊക്കെ ഉണ്ട്. ലേലം വിളിയാണോ? നിലവിളിയല്ല, ബാക്കി നീ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരു ബോധമില്ലാത്ത പെണ്ണുമ്പോളെ 10-13 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കാണ് ബോധമില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾക്ക് അവരെ കുറ്റം പറയേണ്ട കാര്യം ഈ ഗവൺമെന്റ് ആശ്രയിതേ നമുക്ക് ഇപ്പൊ ഈ ചുമയുണ്ടെന്ന് പറഞ്ഞല്ലോ, എനിക്ക് മരുന്നൊക്കെ തരുവോ? മരുന്നൊക്കെ തരുവോ? മരുന്നെന്ന് പറഞ്ഞാലേ അവിടെ നമുക്ക് ഈ പാരസിറ്റമോള് അങ്ങനെയുള്ള സാധനങ്ങളെ ഗവൺമെന്റ് ആശുപത്രി ഉള്ളൂ. ഈ പാരസെറ്റമോൾ മാത്രമേ കിട്ടത്തുള്ളൂ? അതെ അതെ, വേറൊന്നും കൊടുക്കും. എന്താ അവിടെ പാരസിറ്റമോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ഇല്ല. ഇല്ലയോ? പിന്നെ പാരസിറ്റമോൾ മാത്രമേ ഉള്ളൂ. അതല്ല, വേറൊരു മഞ്ഞ ഗുളിയുണ്ട്, നല്ല പുളിപ്പുള്ള നല്ലൊരു മഞ്ഞ ഗുളിയുണ്ട്, അത് വേണമായിരുന്നു. മഞ്ഞ ഗുളി? ഒരു മഞ്ഞ ഗുളിയ വട്ടത്തിരിക്കും, നല്ല പുളിപ്പും നല്ല മധുരം ഒക്കെ സാധനം. അങ്ങനെയുള്ള ഒരു ഗുളിയ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ല. ഇല്ലെന്ന് ഞാൻ പറയും. ഉണ്ടെങ്കിൽ എന്റെ ജീവൻ പോയാലും ഞാൻ തരൂല. അത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തോ ഇങ്ങനെ അങ്ങനല്ല. അത് ശരി. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും ഞാനേ ഈ അപ്പുറത്തൊരു PP രാഘവൻ. അതെ, രാഘവൻ PP അല്ല, പ്ലാസ്റ്റിക്കിന്റെ PP ഒക്കെ നമ്മൾ കണ്ടുള്ള. രാഘവൻ PP എന്ന് പറഞ്ഞ PP ഇല്ല. അല്ലാതെ PP നമുക്ക് അറിയത്തില്ല. അതല്ല, രാഘവൻ PP എന്ന് പറഞ്ഞൊരു കിടപ്പ് രോഗിയുണ്ട്. ഇപ്പൊ പുള്ളി ഒന്ന് കാണണം. തെക്കപ്പാടത്തെ രാഘവൻ അവർക്ക് ഭയങ്കരമായിട്ട് കിടക്കുക. പുള്ളിക്ക് ഒരു 8000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന്. ഒപ്പം തന്നെ ചികിത്സാ ചെലവും ആശുപത്രി ഏറ്റെടുത്തിട്ടുണ്ട്. അത് കാണണം. കിടപ്പ് രോഗികൾക്ക് 8000 രൂപ വെച്ച് ചികിത്സാ ചെലവുണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പൊ കാണാൻ എന്തായാലും അമ്മ. ഇതെന്താ സംഭവം? അല്ല, ഇതിപ്പോ ഇത് അറിഞ്ഞോണ്ട് വീണതാണോ? അറിഞ്ഞോണ്ട് വീണാതെ എനിക്കൊരു വീഴത്തില്ല. അപ്പൊ 16000 രൂപ എനിക്ക് കിട്ടത്തില്ലയോ? അറിയാതെ വീണത് നമുക്ക് എന്തോ സംഭവം ഉണ്ട്. പിടിക്കമ്മ. ഇതിന് മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടോ? ഈ ദുർശീലങ്ങൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മുറുക്കും. അത് പറ. ഈ മുറുക്കാനൊക്കെ മുറുക്കി കഴിഞ്ഞാൽ ഭയങ്കര ദോഷമല്ലേ അമ്മ? പൊയില ഇതൊക്കെ എന്ത് വിഷയങ്ങളാണ്? പുകയില ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചു. വാ തുറന്നേ. എന്റെ അമ്മോ, ഇതെന്തോ വവ്വാലല്ല, പിന്നെ ഞെട്ടി ഞാൻ കിടക്കുക വായിക്കാത്ത ആണല്ലേ? ഞാനിവിടെ പറഞ്ഞിട്ട് മുറുക്കാൻ പറയാം. ദുഷീലാതെ പറഞ്ഞിട്ട് മുറുക്കാനൊന്നും മുറുക്കല്ല കേട്ടോ. വീഡിയോ വലിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? വീഡിയോ ഒന്നും വലിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആരാ വലിക്കുന്നത്? എത്ര എണ്ണം വെച്ച് വലിക്കും? ഡെയിലി എണ്ണ ഒന്നുമില്ല, 10-15 എണ്ണം വലിക്കും. ഒരു 30 ആക്കണം. എന്തിനാ? അപ്പൊ ഒറ്റ വലിയിൽ അങ്ങ് തിരും. ആ വീഡിയോ വലിക്കുന്നതിന്റെ കുശുംബായാക്കാം. റെഡിയാക്കാം, നോക്കട്ടെ കേട്ടോ അമ്മ. എനിക്കൊരു കുഴപ്പമില്ല. കയ്യാണിക്കമ്മ. വിഷമിക്കണ്ട കേട്ടോ. അതിനാ വിഷമിക്കുന്നത്? നിങ്ങളല്ലേ ചുറ്റുന്നത്? നിങ്ങൾ നല്ലതാ. ചുറ്റാനൊന്നും ഇല്ലല്ലോ ഇത്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഈ കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ തൊക്കിയതല്ല. അത് ശരി. ഷിബു. അതെ, ഷിബു. ഷിബുവോ? ഓ, എന്താ ഷിബു എന്ന് പറഞ്ഞേ? ഷിബുവിന്റെ ഷിബു ഡോക്ടറുടെ ആണ് ഈ സാധനം. ഷിബു എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന്. വീർക്കത്തുള്ളൂ. അതെ, വീർക്കത്തുള്ളൂ. എങ്ങനെ വീർപ്പിച്ചിട്ട് പളസെത്താൻ നോക്ക്. കുഴപ്പമില്ല കേട്ടോ. വേരിയേഷൻ വലിയ വ്യത്യാസം ഇല്ലാന്ന് തോന്നുന്നു. ഇത് വേരിയേഷൻ അല്ല, പിന്നെ ഇത് വേലിയേറ്റമായി കാണിക്കുന്നത്. വലിയ വിഷയമില്ല. എന്താ ചെവിത്തി പിടിക്കുന്ന കാര്യം എന്തോ? ഞരമ്പ് വീർത്ത് വരുന്നത് പൊട്ടിയാൽ എനിക്ക് പേടിയാണ്. നമുക്ക് ഇത് മാറ്റിയെടുക്കാം. എന്തോ അസുഖം? ഇത് എത്രയും പെട്ടെന്ന്. എന്തോ അസുഖം? അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീമമായിട്ടുള്ള അസുഖമാണ് കേട്ടോ. ഇത്രയും നേരം ഇല്ലായിരുന്നല്ലോ ഇത്. അങ്ങനെ ഇതെന്ന് വെച്ചാൽ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ്. ടോണി പ്ലോക്കോ അഥവാ ഡോഗ് ഷോ. ടോണി പ്ലോക്കോ ഡോഗ് ഷോ. പച്ച മലയാളത്തിൽ പറഞ്ഞ പട്ടി ഷോ. എന്താ പറഞ്ഞ? അപ്പൊ എന്ത് ചെയ്യണേ ഇതിന്? ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ട് നേരെ അവിടെ ഒരു സർജറിക്ക് കയറണം. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അമ്മച്ചിയുടെ വായിലൂടെ ഉള്ളിലേക്ക് കടക്കും. വഴി വലിയൊരു ശസ്ത്രക്രിയ നടത്തിയേ പറ്റുള്ളൂ. പിന്നെ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ആ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാം. എന്റെ അസുഖം പോയി. അസുഖം പോയി. ഡോക്ടർ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനു ഞെട്ടണം? കിടപ്പ് രോഗികൾക്ക് 8000 രൂപ കൊടുക്കണം എന്ന് അറിഞ്ഞപ്പോഴേ എനിക്കറിയാം
ഈ അസുഖം മാറണമെങ്കിൽ ഈ ഓപ്പറേഷനിലേ തീരുള്ളൂ. അപ്പൊ ക്ലൈമാക്സ് അടിച്ച് നിർത്തി തന്നു. ആ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ നടപ്പ് രോഗികൾക്ക് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ സഹായത്തിന്? കൊടുക്കുന്നുണ്ട്. എന്താ? വീല് വെച്ച 2 ഷൂ. അപ്പൊ നടു ഒടിച്ച് വീഴത്തില്ലേ ഞാൻ? അപ്പൊ കിടപ്പ് രോഗിക്കുള്ള പൈസ കിട്ടും. അപ്പൊ 8000 രൂപ കിട്ടത്തില്ലേ? കിട്ടും. വേണ്ട. എന്ത്? ഇപ്പോൾ അത് വെച്ച് ദർബാർ അടിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.